Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൊതുവേ ക്രിസ്പി ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ ആന്നേലും മീനാന്നേലും എന്നതാന്നേലും വറുത്ത് കൊടുക്കുവാന്നേൽ ഇതിപ്പറ സന്തോഷം പിള്ളേർ ഇഷ്ടപ്പെടാത്ത ഒരു ഫുഡും ഇല്ലേ. നമ്മൾ എന്നെ കറി വെക്കുന്നതിനെക്കാട്ടിലും അവർ ചിലപ്പോൾ കറിക്കകത്ത് നിന്നാന്നേ പോലും ഒരു മീനോ അല്ല ഒരു ഇറച്ചിയോ എന്നേലും ഒക്കെ എടുത്തേച്ചൊന്ന് വറുത്ത് കഴിക്കുവേ. അത് സ്ഥിരം ഉള്ളതാണ്. എന്നാൽ പിന്നെ പിള്ളേർക്ക് ഇച്ചിരി വറുത്ത് കൊടുക്കുവാന്നേൽ ഇച്ചിരി കൂടി അവർക്ക് ഇഷ്ടം തോന്നുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ സ്പെഷ്യൽ പേരൊന്നും പറയുക പക്ഷേ പിള്ളേരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാന്നേ, ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒത്തിരി ഇഷ്ടം കേട്ടോ അതിനെ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കറുത്ത മുത്തിലെ ബേബി അക്ഷര ഇല്ലേ, അക്ഷര ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു അമ്മമാരോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഉണ്ടാവുമോ? കാര്യം അതിനെ സത്യം പറയാമല്ലോ അല്ലെ, അതിനെ ഒന്ന് എടുത്തു വെച്ചൊന്ന് പുന്നരിക്കാനോ അല്ലെ കൊച്ചു വർത്താനം പറയാനോ ഒക്കെ നമുക്ക് ആർക്കായാലും ഇഷ്ടമാണ്. അതിനെ എപ്പോൾ കിട്ടുന്നത് നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അതിനെ നമ്മൾ ഒത്തിരി കെയർ ചെയ്യാനായിട്ട് തോന്നും അല്ലേ. ഇന്ന് വരുമ്പോൾ എന്തായാലും ഞാൻ അതിനോട് ഒത്തിരി വർത്താനങ്ങൾ ചോദിക്കും. വർത്താനത്തിനൊട്ടും കുറവൊന്നുമില്ല മോള്, പക്ഷേ എന്നാലും അവളുടെ വായിന്നും വർത്താനം കേൾക്കാനും ഒക്കെ ഒരു കൊഞ്ചലോടുകൂടിയൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ആർക്കായാലും ഇഷ്ടമാണ് അല്ലേ. പ്രത്യേകിച്ച് എനിക്കറിയാം വീട്ടിലെ അമ്മമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അവളെ. അപ്പോൾ അവളിന്ന് വരുമ്പോൾ ഈ പറഞ്ഞ കൂട്ട് ആ കാറ്റഗറി, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി ആയിരിക്കും ഈ പറഞ്ഞ കൂട്ട് ഫ്രൈഡ് ചിക്കനോ അതൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എന്നാലും എൻ്റെ പിള്ളേർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. ബേസിക്കലി പിള്ളേർക്ക് അതാ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇന്ന് സെലക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും വേല, എന്നാലും ഒപ്പിക്കാം കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി നമ്മളൊന്ന് ശ്രമിച്ചേക്കാം. ആദ്യം വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ബേസിൽ ലീവ്സ് ആണേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വൈറ്റ് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, കാശ്മീരി മുളക് പൊടി മതിയേ, പിന്നെ ഒരു ഇച്ചിരി പാപ്രിക്ക പൗഡർ, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വിനീഗർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഒറിഗാനോ, പിന്നെ അന്നേല ഒരു ഇച്ചിരി ഇതെന്നറിയോ ഉള്ളി പൊടിച്ച് വെച്ചേക്കുന്ന, ഉണക്കി പൊടിച്ചൊക്കെ വെച്ചേക്കുന്നതാ. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉള്ളി ഇട്ടേച്ചാലും മതിയേ. പക്ഷെ ഈ ടേസ്റ്റ് വരികയില്ല, എന്നാലും ഇച്ചിരി കരുതിക്കോ. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡറാ. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടേച്ചാലും മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മൈദ, പിന്നെ അന്നേരം ഒരു ഇച്ചിരി മുട്ട. ഇച്ചിരി മുട്ടയല്ല, ഒരു മുട്ട മതി. മുട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ അളവ് അനുസരിച്ച്. പിന്നെ അന്നേരം ഒരു ഇച്ചിരി പാല്. ഇതെന്നാന്നോ ഒരു ഇച്ചിരി കോൺഫ്ലെക്സ് ആന്നേ, അത് ഇച്ചിരി പൊടിച്ച് വെച്ചേക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാന്നേ. ഇതെന്നാന്നോ നമുക്ക് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യല, വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ലോലിപോപ്സാ, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ലെഗ്സാണ് നല്ലത്. ഈ ശരിക്കും നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഏത് ചിക്കൻ ആണേലും, അതായത് ഇതേപോലത്തെ റെസിപ്പി ആന്നേൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ സ്കിന്നോട് കൂടി എടുക്കുന്ന ചിക്കൻസിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മൾ മലയാളികൾക്ക് ബേസിക്കലി പറയുവേ ഈ തൊലി ഇരിക്കുന്ന കാണുമ്പോഴത്തേന് വലിയൊരു പ്രയാസമാണ്. എന്നാലും ശരിക്കും പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആ തൊലി ഇരുന്നാലേ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതെന്തായാലും അതിനകത്ത് ചിക്കൻ അധികം ആ തൊലി ഇല്ല, പക്ഷെ എന്നാലും ഇച്ചിരി വെച്ചിട്ടുണ്ട്, എന്നാലും ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്കേ ഈ പറഞ്ഞേക്കുന്ന എല്ലാം അല്ല, ഈ എന്നാ പറയുന്നത് കോൺഫ്ലെക്സും മാത്രം ഒഴിച്ചേച്ച് ചിക്കനും മാറ്റി വെച്ചേച്ച് ബാക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ മൈദ ചേർക്കണം. മൈദ ചേർത്തേച്ച് ആ മൈദയെ സീസൺ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയെല്ലാം ചേർക്കാൻ. മൈദയെ ആ സീസൺ ചെയ്യുന്നത്, അന്നേരം എല്ലാം ഇങ്ങോട്ട് ഇടുന്നത് മൈദയ്ക്ക് ഫ്ലേവർ ചെയ്തിട്ടായിരിക്കും. ആദ്യം ഒരു ഇച്ചിരി മൈദ ഇട്ടേച്ച് കുറച്ച് ബേസിൽ ലീവ്സ്,
അളവ് ഓർത്തോണം. നമ്മൾ ചേർക്കുന്ന മൈദയും ചിക്കനും നോക്കിയേച്ചാന്നു ചേർക്കണ്ടേ. കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി. അതിനകത്ത് ഒത്തിരി മുളകൊന്നും വരികയില്ല, കുറച്ച്. പിന്നെ പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടേൽ ഇടണം എന്ന് മസ്റ്റൊന്നും അല്ല, ഉണ്ടേ നല്ലതാ. അത് ഒത്തിരി ഒന്നും ഇടണ്ട, ഒരു ഇച്ചിരി ഇട്ടാച്ചാൽ മതിയേ. അതിൻ്റെ ഫ്ലേവർ നമുക്കാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല, പക്ഷെ എന്നാലും ആ ഫ്ലേവർ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആണെങ്കിൽ വേണ്ടിയത് കുറച്ച് ഒറിഗാനോ ഒരു എന്നാ പറയുന്നത്, ഒരു 3-4 പിഞ്ച് ഇട്ടു. അങ്ങനെ ഇടുവാന്നേലും നമ്മുടെ മൈദയുടെ ക്വാണ്ടിറ്റി നോക്കിക്കോണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളിയുടെ പൊടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുക. കുറച്ച് വെളുത്തുള്ളി, അതും ഈ പൊടിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളിക്കും ഒരു നമ്മൾ എന്നാ പറയുന്നത് ശരിക്കും ഇടുന്ന വെളുത്തുള്ളിയുടെ അത്രയും ടേസ്റ്റ് വരുകയില്ല. അതിന് ഇച്ചിരി കോൺസെൻട്രേഷൻ കൂടുതലാന്നു. അന്നേരം ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ്, അതായത് ഇച്ചിരി ഉപ്പൂടെ ചേർത്തേച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതായിട്ട് മിക്സ് ചെയ്തേച്ച് നെക്സ്റ്റ് ഒരു പ്ലേറ്റ് എടുക്കും. ഈ പ്ലേറ്റ് എടുത്തേച്ചേ നമ്മുടെ കോൺഫ്ലെക്സ്, അതായത് ഇത്രയും നമ്മുടെ എത്രയാണ് ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചിക്കന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലെക്സ്, അതായത് നമ്മൾ ബ്രെഡ് ക്രംസ് പോലെ റൊട്ടി പൊടിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എത്ര ചിക്കനാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കോൺഫ്ലെക്സ് എടുത്താൽ മതിയേ. അഥവാ ഇച്ചിരി കൂടി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതൊന്നും ചേർത്തേച്ചാൽ പോരെ. ഇതിനകത്തോട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ അത് കുറച്ച് ഇതിനകത്തോട്ട് ഇടും. ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ മാറ്റി വെച്ചേക്കാം. അതിപ്പോൾ ഒന്നും നമുക്ക് ആവശ്യമില്ല, ലാസ്റ്റ് നമ്മൾ ചിക്കൻ വറുക്കാൻ നേരെ വേണ്ടിയുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു മുട്ട. എൻ്റെ കയ്യിൽ ഇപ്പം ആണെങ്കിൽ ഒരളവ് പറയുവാന്നേൽ ഒരു 10-12 ലോളിപോപ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിന് കണക്കാക്കിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിന് ഒരു മുട്ട മതിയാവും. ഇതിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി പാലൊഴിച്ച് കൊടുത്തേച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ ചിക്കനേലൊന്ന് പെരളണം, അതാ. ഈ ഉള്ളിയൊക്കെ പൊടിച്ചത് ചേർക്കുമ്പോഴത്തേനും ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നാന്നോ അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട്. നമ്മുടെ ആ ഗാർലിക് പൗഡർ ഇല്ലേ അതിനകത്തും വെളുത്തുള്ളി പൊടിച്ചതിനകത്തും ഒരു ഇച്ചിരി ഉപ്പുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയേച്ച് പിന്നെ ഉപ്പ് ചേർക്കാവുള്ളൂ. എന്നേച്ച് നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് പെരട്ടി വെക്കാം. ഈ ലോലിപോപ്സ് ഉണ്ടാക്കുന്ന ഈ ലോലിപോപ്സ് ചിക്കൻസിനോടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചേച്ച് വറക്കേണ്ട വരികയില്ല. എന്നാന്ന് വെച്ചാൽ ഒത്തിരി അധികം ഫ്ലഷ് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇടുവാകുന്നേ തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. നല്ലതായിട്ട് പെരട്ടി ഇതൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി നേരം ഒക്കെ ഇരുന്നേച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക മസാലയായിട്ട് പിടിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ. അന്നേരം പിന്നെ അതവിടെ ഒരു കുഴപ്പമില്ലാതെ സൈഡിൽ ഇരുന്നോളും.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു പരിപാടിയില്ല, അറിയാമല്ലേ. ഇനി ഇപ്പം ഈ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന കോൺഫ്ലെക്സും പിന്നെ ഈ പൊടിയും കൂടെ നമ്മൾ ഡ്രൈ മിക്സും കൂടെ ചേർത്ത് വെച്ചേക്കുക. അത് രണ്ടും കൂടി ഇനി മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഈ പൊടിയിലോട്ട് മുക്കി വറുത്തെടുത്തേച്ചാൽ മാത്രം മതി. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഡെസേർട്ടും കൂടെ കൊടുക്കാൻ പോകുന്നുണ്ട്. ആ ഡെസേർട്ട് എന്താണെന്ന് വെച്ചാൽ ബെറി ട്രഫിൾസ് ആണ്. ബെറി ട്രഫിൾസ് എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. അന്നേരം കുറച്ച് ഫ്രൂട്ട്സും ഇടും, അത് വേറെ. എന്നാലും അതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആട്ടോ. അതൊന്ന് ട്രൈ ചെയ്യണ്ടേ. നമുക്ക് വീട്ടിൽ നമ്മുടെ ട്രിഫിൾസിൻ്റെ എന്നാ പറയുന്നത് ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കില്ല, വീട്ടിൽ സ്ഥിരം ഉള്ള കാര്യങ്ങൾ രണ്ടുമൂന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇപ്രാവശ്യത്തേക്ക് ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ ഒക്കത്തില്ല ഈ ട്രിഫിൾസ് ഉണ്ടാക്കാനേ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പാല് വേണം. ആദ്യം ഞാൻ പാല് കാണിച്ചേച്ചേ. എന്നാ വെച്ചാൽ നമ്മുടെ സാധാ പശുമ്പാല് മതിയേ. പാലുണ്ടെന്ന് എഴുതിയല്ലോ അല്ലേ. ഈ പാലിനൊരു ജോലിയുണ്ട്. എന്നാന്ന് വെച്ചാൽ അതൊന്ന് കാച്ചണം. കാച്ചേച്ച് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എന്നാ പറ്റുമെന്നോ, അത്രയും നേരവും കൂടെ പോവല്ലേ പാല് കാച്ചാൻ. പാല് കാച്ചി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പം. പിന്നെ വേണ്ടിയത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, അതായത് നമ്മുടെ മിൽക്കി ബാർ ആയാലും മതി, അത് മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഹെവി ക്രീമാ. പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസ് ആണ്. പിന്നെ മധുരം അനുസരിച്ച് വേണ്ടിയ പഞ്ചസാര. പിന്നെ നല്ല കേക്ക്, നല്ല വാനില കേക്കില്ലേ അത്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും, ഏതൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടോ അതൊക്കെ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ ബെറി ട്രിഫിൾസ് ആയതുകൊണ്ട് ഞാൻ ഒരേ ഒരു ഫ്രൂട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ, ദാറ്റ് ഇസ് പൈനാപ്പിൾ. അത് മാത്രമേ എടുത്തുള്ളൂ. ഇത് പക്ഷേ ഡ്രൈ ബ്ലൂബെറീസ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയ കുറച്ച് സ്ട്രോബെറീസാ. പിന്നെ ഈ എന്നാന്നറിയാം, ബെറി ട്രിഫിൾസ് എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ആണെങ്കിൽ അതൊരു ലേഡ് പുഡിംഗ് ആണ്, ലേഡ് ഡെസേർട്ടാണ്. അത് നമ്മൾ സ്ഥിരം കസ്റ്റേർഡ് എന്നാ പറയുന്നത് ഫ്രൂട്ട് സാലഡ് അങ്ങനെയൊക്കെ കഴിക്കുമല്ലേ എന്ന് പറഞ്ഞ കൂട്ടല്ല, പക്ഷെ എന്നാൽ കുറച്ച് ഡിഫറെൻറ്റാണ്. അത് ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ്, അതായത് അതും കൂടെ വരും. അത്രയൊക്കെ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരാൻ പോകുന്നത് ഇവിടെ. എന്നാന്ന് വെച്ചാൽ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, വിപ്പിംഗ് ക്രീമുണ്ട്, വാനില ഐസ്ക്രീം, വാനില എസൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഈ ഫ്രൂട്ട് സാലഡിന് വരും. പക്ഷെ അതിൻ്റെ ലെയർ കണ്ടാൽ ഫസ്റ്റ് ഡ്രൈ, ദെൻ വെറ്റ്, ഡ്രൈ, വെറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ നേരം പോകുന്നത് പാല് തിളയ്ക്കാനാണ്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ആദ്യമേ പാല് തിളപ്പിക്കാൻ വെച്ച എന്നാത്തിനാന്ന്. അത് ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും മതി, അന്നേരത്തേനും ഓഫ് ചെയ്യണം. എന്നാലും പാല് കാച്ചുമ്പം അതിനെ ഇളക്കി കൊടുക്കണമെന്ന് അമ്മമാർ പറയുവേ. എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി അടി പിടിക്കും എന്നൊക്കെയാ പറയുന്നത്. സത്യമായിട്ടും അടി പിടിക്കും. നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലാന്നേൽ എന്നാ ചെയ്യണമെന്ന്, അത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തേച്ച് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും ഹെവി ക്രീമും വാനില എസൻസും കൂടെ ചേർക്കുക. അന്നേച്ച് അതിന് ഒരു തിക്ക്, ഒത്തിരി തിക്കല്ല, എന്നാൽ നമുക്കിങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ട്, ലിക്വിഡും അല്ല തിക്കും അല്ലാത്ത ഒരു മീഡിയം ലെവലിൽ, അത് അത്രയും കട്ടിയേ പാടുള്ളൂ. ആ കണക്കിന് നമ്മൾ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ലെയർ ചെയ്യുന്ന ഗ്ലാസ് ഏതായാലും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ഞാനിപ്പോൾ ലെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ്. അപ്പം ഇത് തന്നെ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഈ ഗ്ലാസ്സിനകത്ത് കഴിക്കുമ്പോഴത്തേന് അത്രയും നല്ലതല്ലേ നമ്മുടെ ഹെൽത്തിന്. അങ്ങനെ എടുക്കുക. പാല് തിളയ്ക്കുന്ന സമയം തിളയ്ക്കാറായേ, അന്നേരം നമുക്ക് ഇച്ചിരി മധുരം വേണ്ടായോ, അന്നേരം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മുടെ മധുരത്തിനനുസരിച്ച്. പാല് തിളച്ചു. ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇടാൻ പോവാ. തീ നല്ല ഓഫ് ചെയ്തേക്കൂ, ആ ചൂട് മതി. ഈ വൈറ്റ് ചോക്ലേറ്റ് ഇതിനകത്തോട്ട് ഇട്ടേച്ച് അതൊന്ന് ഉരുകണം.
ഇതിനകത്തോട്ട് കുറച്ച് ക്രീം. ഇച്ചിരി എസൻസും കൂടെ ഒഴിച്ചേച്ച് ഒഴിച്ചേച്ച് നമ്മൾ ഇതിനെ ഇച്ചിരി ഒന്ന് കട്ടിയാക്കി എടുക്കണം. അതായത് ഞാൻ പറഞ്ഞ ഇപ്പം ഇത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ഒക്കത്തില്ല. അങ്ങനെ ഒഴിച്ചാൽ നമ്മൾ ആ ലെയർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ആ ഫ്രൂട്ട്സ് ഒന്നും കാണാൻ ഒക്കത്തില്ലേ. അന്നേരം കുറച്ച് ഒരു ലെയർ ഫ്രൂട്ട്സ് ഇട്ടേച്ച് അതിൻ്റെ മേലൊരു ഇച്ചിരി കട്ടിയായിട്ട് വേണം ഈ ഒരു സിറപ്പ് നിൽക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലൂസ് കണക്കാക്കി വേണം ഇത് കാച്ചാനേ. നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് വേണം, ആ കുറുകുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ലെയർ ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് കുറുകുകയാണെങ്കിൽ ലെയർ കൊടുക്കുക, അതല്ല ഇച്ചിരി കുറുകിയിട്ടുള്ളെങ്കിൽ ഒരു ലെയർ ആക്കിയാൽ മതി. എന്തായാലും ഇത് രണ്ടും അല്ലാത്ത ഒരു പരുവത്തിൽ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് കൂടെ എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ, എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം. അയ്യോ, ഇതാരാ വന്നേ? എന്നെ അങ്ങ് അതിശയിച്ചല്ലോ. ഞാൻ കുഞ്ഞിനവൾ നോക്കിയിരിക്കുവായിരുന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? അവിടെയായിരുന്നു. എന്നിട്ട് ഓടി പോരണ്ടേ ഇങ്ങോട്ട്? ഇങ്ങോട്ട് ഓടി പോരണ്ടായിരുന്നോ? ആ, വരുവായിരുന്നോ? എത്ര വിശേഷം ചോദിക്കാണ്ടെന്നറിയാവോ? ഞാൻ ഇയാളെ കാണാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുവാന്നറിയോ? ഇയാൾ ആരാന്നറിയോ ഇപ്പോ? ഇപ്പൊ ഒരു കുഞ്ഞൊരു സൂപ്പർ സ്റ്റാർ അറിയോ? അറിയോ? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലൊക്കെ എന്നാന്നറിയാവോ? അതും അറിയാൻ മേല. അന്നാ പറഞ്ഞേ, അന്നാ പറഞ്ഞേ, നടിയാവുക എന്നാണോ സൂപ്പർ സ്റ്റാർ? അജോടാ, ഇതാരാ പറഞ്ഞേ? ആരും പറഞ്ഞല്ലേ? ഇല്ലേ? എന്നൊക്കെ ഉണ്ട് വിശേഷം കുഞ്ഞാവയ്ക്ക്? ആണോ? കുഞ്ഞാവയുടെ പേരെന്നാന്ന് പറയാ? അക്ഷര എന്നാ പേരല്ലേ? അക്ഷര എന്നാ പേര്. ഈ പേര് ആരായിട്ട് തന്നെ കുഞ്ഞാവയ്ക്ക്? രണ്ടുപേരോ? ആരാ രണ്ടുപേരാരാ? അച്ഛനും അമ്മയും കൂടെയോ? ആരാ പറഞ്ഞു തന്നെ അക്ഷര എന്ന് പേരിട്ട് അച്ഛനും അമ്മയും കൂടെയാന്ന്? അവര് തന്നെ പറഞ്ഞു തന്നോ? ഓക്കെ. വീട്ടിലെന്നാ വിളിക്കുന്ന കുഞ്ഞാവനെ? ചക്കരയെന്ന് വിളിക്കും, അച്ഛനും അമ്മയും ചക്കരയെന്ന് വിളിക്കും, ചേച്ചി വാവാ വാവച്ചിന്ന് വിളിക്കും. ചേച്ചി ഉണ്ടോ? ചേച്ചിയുടെ പേരെന്നാ? അഖില കിഷോർ. ഈ കുഞ്ഞാവനെ എത്ര പേർക്കാ ഇഷ്ടമെന്നറിയോ? ഒത്തിരി പേർക്ക് ഇഷ്ടം. അറിയോ? എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ കുഞ്ഞാവയുടെ വർത്താനം കേൾക്കാൻ? പണ്ടത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഞാനോ? പണ്ടത്തെ സിനിമ ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ കണ്ടിട്ടില്ലല്ലോ. അത് അമ്മ വയ്ക്കുമ്പോ മറ്റു ആൾക്കാരുടെ സിനിമ ഒന്നും ഇഷ്ടമല്ല. പിന്നെ എന്റെ സിനിമ ഇഷ്ടം. ആന്റിയുടെ സിനിമ ഇഷ്ടാന്നോ? പക്ഷെ എന്നെ കണ്ടിട്ടില്ല. എന്നെ കാണാത്തെ? അപ്പൊ സീരിയലിന്റെ എന്തൊക്കെയായിരുന്നു? ആന്നോ? ഇനി അമ്മയോട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറയണം, ആൻറ്റി അഭിനയിച്ച ഒരു സിനിമയുടെ കാസറ്റ് എടുത്ത് തരാൻ പറയണം, CD എടുത്ത് തരാൻ പറയണേ. എന്നിട്ട് കാണണം കേട്ടോ. ഓക്കെ, മറന്നു പോരുത്. അതിലാണ് കണ്ടുപിടിക്കാൻ പറ്റണം. ഒരു കാര്യം ചെയ്യാം, ആൻറ്റി ഒരു സിനിമയുടെ പേര് പറഞ്ഞുതരാം. ആ പേര് ആ സിനിമ പോയി കാണാൻ പറയോ? കാണുമോ? എന്നിട്ട് ആൻറ്റിയെ വിളിക്കണം. ഏതാന്നറിയോ? മറക്കാതിരിക്കാൻ പറഞ്ഞുതരാം. അമ്മയാണ് സത്യം പോയി കാണണം. എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പേരുണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് ആന്റിയെ കണ്ടുപിടിക്കണം. ഓക്കെ? അതിൽ കണ്ടുപിടിച്ച ഒരു ഗിഫ്റ്റ് തരാം. അതൊക്കെ തരാം. അത് ഗിഫ്റ്റ് പറയാൻ പറ്റുമോ? അത് എപ്പോഴും നമ്മളൊരു സസ്പെൻസ് ആയിട്ട്. അതാ ഈ ചക്കര കുട്ടിക്ക് ഒരു സീക്രട്ട് ആയിട്ട് നല്ല സർപ്രൈസോടുകൂടി ഒരു നല്ല വലിയൊരു ഗിഫ്റ്റ് തന്നേക്കാം. കണ്ടുപിടിച്ചിട്ട് പറയണം. പക്ഷെ വിളിച്ചു പറയാ. ഇവിടെ എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാവോ? പായസം അല്ലല്ലോ. പായസം ഇഷ്ടമാണോ കുഞ്ഞാവയ്ക്ക്? ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതേ ഇല്ല. ഇവിടെ അതൊക്കെ എനിക്കറിയാം. കുഞ്ഞാവേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ആൻറ്റി ഇങ്ങനെ കുഞ്ഞാവെ പറ്റി ഇങ്ങനെയൊക്കെ നോക്കും. ഇന്നേ
ആൻറ്റി ഇത് ലെയർ ചെയ്യത്തില്ല. ഇത് ശരിക്കും നമ്മൾ ലെയർ ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പൊ ഇന്ന് ഞാൻ ആൻറ്റി ചെയ്യാൻ പോകുന്നില്ല, ഇന്ന് അക്ഷര ചെയ്യോ? ആൻറ്റി പറഞ്ഞുതരാം, നമുക്ക് രണ്ടും കൂടെ ചെയ്യാം. ഓക്കെ? ആ, ഇത് ചൂടാ, അതുകൊണ്ട് അക്ഷര തൊടിയിപ്പിക്കുകയല്ല ഞാൻ. അല്ല, ഈ കുഞ്ഞു കയ്യിലും പൊള്ളുവല്ലേ? ഞാൻ വേറെ സിനിമയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമ ചെയ്തോളൂ. ആൻറ്റി പൊള്ളുന്ന പോലെ അല്ല, തീയൊക്കെ കത്തിച്ചിട്ട് വേണ്ട കേട്ടോ. ആൻറ്റിയുടെ ഇവിടെ വേണ്ട, കുഞ്ഞാവിടെ കൈ പൊള്ളിയ ആൻറ്റിക്ക് സങ്കടാവില്ലേ? അതുകൊണ്ട് വേണ്ട കേട്ടോ. അതുകൊണ്ട് പൊള്ളുന്ന സാധനമൊക്കെ ആൻറ്റി ചെയ്യാം എന്ന് പറഞ്ഞാൽ ആൻറ്റി കൈ പൊള്ളിക്കുകയല്ലാതെ സൂക്ഷിച്ച് ഒഴിച്ചു തരാം. ബാക്കി കുഞ്ഞാവ് ഇട്ട് കൊടുക്കോ. ഇഷ്ടമാണോ കൊച്ചിന് ഇങ്ങനെയൊക്കെ പാചകമൊക്കെ ചെയ്യാൻ? വീട്ടിലുണ്ടാക്കോ എന്തേലും ഈ ഇച്ചിരി പോകുന്ന സാധനം? ഇല്ല. അപ്പൊ നമുക്ക് ലെയർ ചെയ്യാം. അച്ഛന്റെ ഓഫീസിൽ ഞാനാ ചായ ഉണ്ടാക്കി കൊടുക്കണേ. അത് കൊള്ളാലോ. കുഞ്ഞു മോശമല്ല. അച്ഛന്റെ ഓഫീസിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും? ചായ മാത്രം. അച്ഛന് അത് മാത്രമേ വേണ്ടൂ. അച്ഛൻ അത് മാത്രമേ വേണ്ടുള്ളൂ. അമ്മ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല അച്ഛന്? അമ്മ അവിടെ ഉണ്ടായിരിക്കില്ല ചിലപ്പോ. അമ്മ ഓഫീസിൽ പോവോ? അമ്മ ബാങ്കിലല്ലേ. ഓ ഓക്കെ. അമ്മ ജോലിക്ക് പോകുന്നോണ്ട് പറ്റുന്നില്ല. അപ്പം ചേച്ചി ഒന്നും ചെയ്യുവല്ലേ? ചേച്ചി അവിടെ ഉണ്ടാവും. അമ്മ മാത്രം. ചില നേരത്ത് അമ്മ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കും. ചില നേരത്ത് ചേച്ചിയും ഞാനും അച്ഛനും പോകും ഓഫീസിലേക്ക്. ഓക്കെ. അപ്പൊ അച്ഛന് കൂട്ടാ. ഇപ്പൊ നോക്കൂ, ഞാൻ ഫസ്റ്റ് ലെയർ നമ്മുടെ ആ കുറുക്കിയ കസ്റ്റേർഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ എന്തോ ഇടാൻ പോകുന്നതെന്ന് അറിയാവോ? ഫ്രൂട്ട്സ് ഇടാൻ പോവാ. ഞാൻ ഇടണോ ഈ കുഞ്ഞാവെ കൊണ്ട് ഇടിക്കണോ? ആര് വേണം? ഞാനിടാം അല്ലേ? നന്നായിട്ടോ. ഇനി ആദ്യം ഇച്ചിരി പൈനാപ്പിളിന്റെ മേലെ ഇട്ടെ. ഇതോ ഇതിന്റെ പേരൊക്കെ പറഞ്ഞ കുഞ്ഞാവയ്ക്ക് പെട്ടെന്ന് എടി കള്ളി. ഇത് കാണാവോ, നമ്മളിതുപോലെ ഫസ്റ്റ് ലെയർ ആക്കി കഴിഞ്ഞു. ഇതെൻ്റെ കുഞ്ഞ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പോയാലും ഒരു ലെയറേ ആക്കാൻ ഒക്കത്തുള്ളൂ. ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഒരു ഇച്ചിരി നമ്മുടെ കസ്റ്റർഡേ ഒഴിക്കത്തുള്ളൂ. അതിൻ്റെ മേളിൽ ബാക്കി ഫ്രൂട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയും കൂടെ ചെയ്യട്ടെ. തണുത്ത ഐസ്ക്രീം ആണോ ഇഷ്ടം, തണുക്കാത്ത ഐസ്ക്രീം ഇഷ്ടം? തണുത്തതോ? അന്ന പിന്നെ ഒരു കാര്യം ചെയ്യാവേ, ആൻറ്റി ഇത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇവിടുന്ന് തറ വീഴോ? സൂക്ഷിച്ചിരിക്കോ? ഞാൻ വെച്ചിട്ട് വരട്ടെ. ഈ കേക്ക് വെച്ചോണ്ടിരുന്നോളൂ കേട്ടാ. അനങ്ങരുത്, താഴെ വീഴരുത്, കേക്ക് തറ ഇടരുത്. ഇപ്പൊ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേ, തണുപ്പിക്കാതെ കൊള്ളുകയല്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കസ്റ്റർഡ് ഇച്ചിരി ചൂടാ. ഇതിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിരുന്നെങ്കിലേ അത് ലെയറായിട്ട് വന്നേനെ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെത് അങ്ങറ്റവും കുറുകിയില്ല ഇങ്ങറ്റവും കുറുകിയില്ല, ഏതാണ്ട് ഒരു സെമി പരുവ. പക്ഷെ ഇങ്ങനെയല്ല, ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഒന്ന് തന്നെ വരത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഗ്ലാസ്സും ഒക്കെ കൺസിഡർ ചെയ്ത് നോക്കുവാന്നേൽ നമുക്കിങ്ങനെ ലെയർ ചെയ്യാൻ നോക്കുന്നേ. തണുത്തതാ കൊച്ചിന് ഇഷ്ടം, അന്നേരം നമുക്ക് തണുപ്പിച്ച് കൊടുക്കാം. പിന്നെ സ്കൂളിലെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞ് എനിക്കൊന്ന് കേൾക്കണം. ഏതാ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിൽ? എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അപ്പൊ സ്കൂളിൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ. ഫാൻസ് ഉണ്ടോ സ്കൂളിൽ? ചേച്ചിമാരൊക്കെ വരും. എന്നിട്ട് എന്നാ ചോദിക്കുന്ന കൊച്ചിനോട്? ഇങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് മിസ് പറഞ്ഞു ആര് വിളിച്ചാലും പോവണ്ടെന്ന്. ഓ ഓക്കെ. ചേച്ചിമാര് വന്ന് മോളോട് പറയോ? അപ്പൊ ഞാൻ പോവും. എന്തൊരു ആൻസറിയാന്ന് നോക്കിയേ. അപ്പൊ മിസ്സുമാര് ചോദിച്ചാ എന്നാ പറയും? മിസ്സുമാരെ അപ്പൊ കാണൂലല്ലോ.
എടി മിടുക്കി. അപ്പൊ അമ്മ വരുമ്പോ പറഞ്ഞു കൊടുത്താലോ? പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരുമ്പോ അമ്മയോട് പറയില്ലേ അക്ഷര പറഞ്ഞാലൊന്നും കേട്ടില്ല എന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അമ്മയെ നോക്കി ചിരിച്ചു കാണിക്കും അല്ലേ? അയ്യടി എനിക്കറിയാം, ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും വഴക്ക് പറയുമല്ലോ. അമ്മ വഴക്ക് പറയോ? കുഴപ്പമില്ലാതെ വഴക്ക് പറയും അല്ലേ? അച്ഛനോ? ചേച്ചിയായിട്ട് തല്ലുണ്ടാക്കുവോ? എപ്പോഴും തല്ലുണ്ടാക്കുവോ? പറയേണ്ട കാര്യമില്ല. ഏത് നേരം ചേച്ചിയോട് വഴക്കുണ്ടാക്കാൻ പോവോ? ആരാ വഴക്കുണ്ടാക്കുന്നത്? ചേച്ചിയാണോ അനിയത്തിയാണോ? ആദ്യം അവളൊരു മൂക്കുത്തി ഇട്ടു. മൂക്കുത്തി ഇട്ടോ? പ്രസ് ചെയ്യുന്ന മൂക്കുത്തി. അത് ഇട്ടപ്പോ എനിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് രണ്ടുപേരും അടിയുണ്ട്. തല്ലുണ്ടാക്കിട്ട് ആര് ജയിച്ചു? ചേച്ചി ജയിച്ചോ അനിയത്തി ജയിച്ചോ? എനിക്കാ കിട്ടിയത്, ഞാനും ജയിച്ചത്. മെഡിക്ക്. അമ്മ പറഞ്ഞു എന്നിട്ട് കൊടുക്കണേ വെറുതെ കരയിപ്പിക്കല്ല. കുഞ്ഞാവെ കരയിപ്പിക്കല്ലേ എന്ന് പറയൂ അല്ലേ? അപ്പം ചേച്ചി എന്ത് പറയുമെന്നറിയാവോ? അമ്മ എപ്പോഴും കുഞ്ഞുവാവയുടെ സൈഡാ പറയുന്നത്, എനിക്ക് ഒരിക്കലും പറയത്തില്ലെന്ന് പറയും. അങ്ങനെ പറയോ ചേച്ചി? കണ്ടോ, അമ്മക്ക് ഓളെ ഇഷ്ടം, എന്നൊന്നും ഇഷ്ടമല്ല. എന്നോടും തന്നെ നോക്കുന്നേ. എന്റെ ചിക്കൻ വറക്കാൻ പോവാ. ഇത്ര എണ്ണയാ? പിന്നെ ഇച്ചിരിയും പോകുന്ന എണ്ണയ്ക്കകത്ത് എങ്ങനെയാ വറക്കാൻ പറ്റുന്നേ? അതങ്ങ് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വേണം. ചേട്ടാ ഒറ്റയ്ക്കാണോ കുഞ്ഞാവ വന്നേ? അമ്മയും അച്ഛൻ ചേച്ചിയും വന്നു. അമ്മയും ചേച്ചിയും വന്നാ? ഓക്കെ, ഞാൻ പറയുമ്പോൾ വിളിച്ചുകൊണ്ട് വരണേ കേട്ടോ. അതുവരെ കുഞ്ഞാവ ഇത് കഴിച്ചോ? അമ്മയുടെ കൂടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്ന് ജോലി നോക്കിക്കൊണ്ടിരിക്കും അമ്മ ജോലി ചെയ്യുന്നതൊക്കെ. അപ്പൊ പഠിക്കാൻ പറയും. ആണോ? ഒന്നും സമ്മതിക്കല്ല അമ്മ. എന്തൊക്കെ കൊച്ചു ചെയ്യും? ചായ അല്ലാതെ വേറൊന്നും ചെയ്യില്ല. ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ? പോട്ടെ, സാരമില്ല കേട്ടോ, വലുതാകുമ്പോ പഠിച്ചാൽ മതിയേ കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല. ചിക്കൻ ഉണ്ടാക്കുന്ന ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനകത്ത് ചേർക്കത്തില്ല നമ്മൾ കുറെ സാധനമൊക്കെ കണ്ടിട്ടില്ലേ? കൊച്ചുമുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കുന്ന അമ്മ. അതൊക്കെ പറഞ്ഞു തന്നാ കുഞ്ഞാവയ്ക്ക് അറിയത്തില്ലല്ലോ. അത് അമ്മ ഇങ്ങനെ ആക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ എന്നെ അടുക്കും. ഇനിയിപ്പോ എണ്ണയിലോട്ട് ഇടാനായിട്ട് വേഗം പറഞ്ഞു കേക്കട്ടെ. അഞ്ജന, അഞ്ജലി, ഗ്ലോറിയ. ഓക്കെ, ഇനി അതിന് കുറച്ച് ആ ചിക്കൻ ഫ്രൈ ചെയ്യട്ടെ. എണ്ണ ചൂടായി വരുവാ കണ്ടോ? എണ്ണ നമ്മളെ വിളിക്കുന്ന സൗണ്ടായത്. എണ്ണയ്ക്ക് വർത്താനം പറയാൻ അറിയാൻ മേലല്ലോ. ആൻറ്റിയെ വിളിക്കുവാ, എന്നെ ചിക്കൻ ഇടൂ എന്നും പറഞ്ഞോണ്ട്. കൊതിയായിട്ടുണ്ട്. അതാ ചിക്കൻ ഇതിനകത്തോട്ട് വീഴാൻ കൊതിയായിരിക്കുവാ അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം അക്ഷരത്തെ. ആൻറ്റി ഇത് വറക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യോ? ആൻറ്റിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരുമോ മോള്? മക്കളെ ഇതും കയ്യിലെടുത്തിട്ട് പോയി അമ്മേനെ ചേച്ചിനെ വിളിച്ചോണ്ട് വരുമോ? മറന്നു പോരുത്, വേഗം വരണേ. ഓക്കേ, ഇത് പിടിച്ചോ, ചേച്ചിക്ക് കൊടുക്കണേ. അക്ഷര പോയി അമ്മേനെ വിളിച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് ഡീറ്റെയിൽ അന്നേരം ചോദിക്കാം. പക്ഷേ നമ്മുടെ ചിക്കനും നല്ലോണം ആയിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എണ്ണയും നല്ലതായിട്ട് ചൂടായി. അന്നേരം ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് പുരട്ടി, അതായത് ബ്രെഡ് ക്രംസിനകത്ത് നമ്മൾ പുരട്ടുന്ന കൂട്ട് തന്നെ ഈ പൊടിക്കകത്തോട്ട് പുരട്ടി വെച്ച് വറുത്തെടുക്കണം. എണ്ണ നല്ല ചൂടായിരിക്കുവാന്നേ. ഞാൻ എൻ്റെ ചിക്കൻ ഇടാൻ പോവാ.
ബാസ്ക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട, ചുമ്മാ എണ്ണയിലോട്ട് തന്നെ അങ്ങ് ഇട്ടേച്ചാൽ മതി. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആ എണ്ണ അങ്ങോട്ട് ഫുൾ ഡ്രെയിൻ ഔട്ട് ആയി പോകാനായിട്ട് ഇച്ചിരി എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേ. ഇങ്ങനെ മസ്റ്റൊന്നുമല്ല, സാധാ ഇട്ട് വറുത്തെടുത്തേച്ചാലും മതിയേ. ഇനി ഇതിന് വേറെ പണിയൊന്നുമില്ല, നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തേച്ചും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ബാക്കി മാരിനേറ്റ് ചെയ്ത ചിക്കനും വറുക്കണം, പ്രസൻറ്റ് ചെയ്യാനും ഉണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക് പോവാം. നമ്മൾ എല്ലാം ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലൊന്നും ഒക്കെയല്ല, അറിയാലോ ഇവിടെ ആരാ വന്ന് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന്. അക്ഷരം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞേച്ചാൽ മതിയല്ലോ, അപ്പോൾ കുഞ്ഞിനൊരു സന്തോഷമായിക്കോട്ടെ. പക്ഷേ എന്നായാലും ഞാനായാലും അക്ഷരയായാലും ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. ഒരു സൈഡിൽ കൂടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും, മറക്കരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ നമ്മുടെ അക്ഷരയല്ലേ, അക്ഷരം പ്രതി അമ്മേനെ കൊണ്ടുവന്നു, അച്ഛനെ കൊണ്ടുവന്നു, ചേച്ചിയെ കൊണ്ടുവന്നു. നല്ല അനുസരണയുള്ള കുഞ്ഞാണ് കേട്ടോ. പക്ഷെ ആ ചേച്ചിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുഞ്ഞ് ചെറിയ സാധനമൊന്നുമല്ല, അത് പാവ കുഞ്ഞും ഇതൊരു ചെറിയൊരു കാന്താരിയാണ് കേട്ടോ. അതിനോട് ഞാൻ വർത്താനം പറഞ്ഞപ്പോഴേ നമുക്കറിയാം. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് ചെന്നേച്ചേ ഡീറ്റെയിൽ ഒന്ന് ചോദിക്കാം ഈ കാന്താരിയുടെ സ്വഭാവം. മോളുടെ പേര് അഖില അല്ലേ? ഈ അക്ഷര എന്നുള്ള പേര് ശരിക്കും ഒത്തിരി റേറാ. അതന്നെ ഈ പേര് സെലക്ട് ചെയ്തേ? മോള് മഹാനവമി ആയിരുന്നാണ് ജനിച്ചത്, അപ്പൊ അങ്ങനെ അക്ഷര അങ്ങനെ സരസ്വതിയുടെ ഇതായതുകൊണ്ട് അങ്ങനെ ഇടാന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ദിവസം ജനിച്ചപ്പോൾ റേറല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം ജനിക്കാന്നൊക്കെ പറയുന്നേ. അപ്പൊ അന്നേരം എന്തെങ്കിലും തോന്നിയായിരുന്നോ, അല്ലെ മോക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുമെന്നോ? ഇല്ല, അന്ന് ഇങ്ങനെ പ്രത്യേകിച്ചെന്ന് തോന്നി. അങ്ങനെ ആ ദിവസം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ, ആസ് യൂഷ്വൽ അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ എപ്പോഴാ മോൾ ഇങ്ങനെ സ്ക്രീനിലേക്കൊക്കെ അഭിനയിച്ചു തുടങ്ങിയതും? സ്ക്രീനിൽ 4 വയസ്സായിരുന്നു ഫസ്റ്റ് വരുമ്പോൾ. കാമലാരിന്റെ ആഡായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായത്. എപ്പോഴാ മനസ്സിലായി മോക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന്? അത് ഓഫീസിലെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് അവർ ഒരു കാസ്റ്റിംഗ് കമ്പനി ഉണ്ടായിരുന്നു മറ്റേ എറണാകുളത്ത്. അപ്പോൾ അവർ ഒരു ദിവസം മോളെ വിളിച്ചു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് ഫസ്റ്റ് പോയി. അപ്പം ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം അത് ഭംഗിയായി ചെയ്തു. ക്യാമറ പിന്നെ കുഞ്ഞല്ല, അതുകൊണ്ട് ക്യാമറ എന്താന്നോ ആ ഒരു ഫ്ലൈറ്റ് ഒന്നും വരുവേല. പക്ഷെ എന്നാലും മോള് പറയുന്ന കൊണ്ട് തന്നെ അങ്ങ് ചെയ്തോ? അന്ന് ചെയ്തു. പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടുപേരും ഇരുന്ന ഒരു ഫാമിലിയുടെ ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നൊക്കെ ഓർമ്മയുണ്ടോ ഇങ്ങനെ? അതെന്നതാ ആദ്യം പറഞ്ഞ കൊച്ച്? അഭിനയിക്കാൻ പറഞ്ഞപ്പോ കൊച്ച് എന്നതാ അഭിനയിച്ചേ? പിന്നെ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ കൊറേ പറഞ്ഞിട്ട് പിന്നെ നിനക്ക് ഫാൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അഭിനയിച്ചു. ആന്ന് ഈ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ അങ്ങ് അഭിനയിക്കോ? അത് ശരി. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? കോൺട്രാക്ട്. ഓക്കെ. അപ്പം അച്ഛന്റെ ഫ്രണ്ട് വന്ന് ചോദിച്ചപ്പോഴത്തേന് അങ്കിളിനോട് ഓക്കെ പറഞ്ഞോ കൊച്ച്? ഓ അത് ശരി. അഖിലേക്ക് ഇഷ്ടമല്ലേ മോളെ അഭിനയിക്കാനൊക്കെ? അഭിനയിച്ചിട്ടുണ്ട്. ഏത്? ഞാൻ അഖിലയോട് ചോദിക്കട്ടെ, മിണ്ടിപ്പോയത് 5 മിനിറ്റത്തേക്ക്. ഇത് എന്നെ കടത്തി വിട്ടുമെന്നാ തോന്നുന്നത്. എന്ന് പറഞ്ഞ മോളെ ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ? മോളെ ഏതിലാ അഭിനയിച്ചേ? കനലില്. അപ്പൊ ഇഷ്ടമായിരുന്നോ കൊച്ചിന് അഭിനയിക്കാനൊക്കെ? ആണോ? ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? സാറിന്റെയോ ചേച്ചിയോ? കലാപരമായിട്ട് ആരുമില്ല. ഓ അത് ശരി. അപ്പൊ പിന്നെ ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് തന്നെ കേട്ടോ. അന്നേരം പിന്നെ ഈ വർത്താനമൊക്കെ കുഞ്ഞുനാളും പോലെ ഉണ്ടോ? വർത്താനൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ല, ആൾക്കാരെ മിങ്കിൾ ചെയ്യാനൊക്കെ നല്ല. ചെറുപ്പത്തില് ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ട്, ബഹറിയിലായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിരുന്നപ്പോ
ചേച്ചി മുട്ടായി ഒക്കെ എടുത്തു. അപ്പൊ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നില്ല എനിക്ക്. ചേച്ചി തന്നില്ലേ? അന്നേരം പല്ലുണ്ടായിരുന്നു. അപ്പൊ പല്ലില്ലാത്തോണ്ടോ തരാഞ്ഞേ? കഴിച്ചാ മതിയോ? മോളിപ്പോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലേ, കറുത്തമൂത്തിലൊരു കുഞ്ഞു പാവായിട്ട് ചെയ്യുന്നില്ലേ, ഒരു മോളായിട്ട് അഭിനയിക്കല്ലേ? ആ അതന്നെ. അതിനകത്ത് ആ ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോ മോക്ക് ഇഷ്ടായോ? അത് ചെയ്യാൻ ഇഷ്ടായിരുന്നോ? മോള് ടിവിയിൽ കാണുമോ മോൾ അഭിനയിച്ചതൊക്കെ? അപ്പൊ കാണുമ്പോ മോക്ക് എന്നാ തോന്നുന്നേ? ഒന്നും തോന്നൂലേ? ഹായ് എന്നെ ടി വി കണ്ടു എന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ? ഒന്നുമില്ല. എല്ലാ ദിവസവും കാണുന്നുണ്ട് അങ്ങനെയല്ല. പക്ഷെ മോളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരാ ഉള്ളതെന്ന് അറിയാവോ? ഒത്തിരി അമ്മൂമ്മമാരുണ്ട്, ഒത്തിരി ചേച്ചിമാരുണ്ട്, ഒത്തിരി അമ്മമാരുണ്ട്, എന്നെ പോലത്തെ ഒത്തിരി ആന്റിമാരുണ്ട് ഈ കുഞ്ഞാവെ ഇഷ്ടപ്പെടുന്നേ. അവരെല്ലാരും വന്നിട്ട് ഇങ്ങനെ പിടിക്കില്ലേ? കുട്ടികളുണ്ട്. കുട്ടികളെ ഇഷ്ടം. ഒരു ദിവസം ഞാൻ ഏതൊരു മാളിലൊക്കെ പോയി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോ അവിടെ ഏതൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ നോക്കുമ്പോ ഏതാ സെലക്ട് ചെയ്യണ്ടേന്നൊക്കെ നോക്കുമ്പോ അതിന് ഇങ്ങനെ തിരിച്ചു നോക്കി. അപ്പൊ എന്റെ കഴുത്ത് വേനെടുത്തു. ഓയ്യോടാ ആന്റി, അങ്ങനെ കൊച്ചിനെ നോക്കണ്ടായിരുന്നു. കൊച്ചിന് കഴുത്ത് നിന്ന്. അപ്പൊ കൊച്ചെന്നാ ചെയ്തു? അവ യാത്ര ഭയങ്കര വേനയുണ്ടായിരുന്നു. അയ്യോ ആന്റി ഇങ്ങനെ പിടിച്ചപ്പോ കുഞ്ഞിന് വേന എടുത്തോ? അത് പക്ഷെ എന്നാന്നറിയാവോ മക്കളെ കാണുമ്പോഴേ ആന്റിമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടം തോന്നുവേ. അന്നേരം കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നും. അപ്പൊ പെട്ടെന്ന് കൊച്ചിനെ കാണുമല്ലേ, അന്നേരം കൊച്ചിനെ കയറി ഇങ്ങനെ പിടിക്കുമ്പോ ആയി പോകുന്നതാ. അല്ലാതെ ആന്റി ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. ഒത്തിരി സ്നേഹം വരുമ്പോ ചെയ്യുന്ന. ഒരു ദിവസം ഉദ്ഘാടനത്തിൽ പോയപ്പോ ഞാൻ നടക്കുമ്പോ എല്ലാവരും ഇങ്ങനെ പിടിച്ച് തൊടാൻ വേണ്ടിട്ട് എന്താ അറിയോ, ഈ ടി വിയിൽ കാണുമ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞാവെ കാണുമ്പോ എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് തോന്നും, ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടാ. അപ്പൊ ആ ഇഷ്ടം തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഞെക്കാൻ തോന്നും. സത്യം. ഇപ്പൊ ആന്റിക്ക് കുഞ്ഞാവെ ആദ്യം കണ്ടപ്പോ ഇങ്ങനെ ഞെക്കാൻ തോന്നി, അത്ര ഇഷ്ടം വരും കേട്ടാ. അതുകൊണ്ട് അവരെല്ലാരും വന്ന് ഇങ്ങനെ തൊട്ടു നോക്കുന്ന അക്ഷരനെ കുഞ്ഞു പപ്പു എന്നൊക്കെ വിളിക്കുന്ന. അതുകൊണ്ടാ പപ്പൂന്ന്. അതാ. ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമൊക്കെ എന്നാ ചെയ്യുമ്പോള്? ഷൂട്ടിംഗ് ഇല്ലാത്ത സ്കൂളിൽ പോവും. പഠിച്ചോളൂ. പഠിക്കാനിരുത്തണം, കുറച്ച് മടിയാണ്, പഠിച്ചിരുത്തണം. ഈ പഠിക്കാനും ഈ ആക്ടിങ്ങും എല്ലാം കൂടെ ആവുമ്പോ കുഞ്ഞു നോക്കുന്നുണ്ടോ? അവള് തീരുമാനിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് പറഞ്ഞൊന്നും അനുസരിക്കാൻ. അപ്പൊ അഭിനയിക്കാൻ പറഞ്ഞപ്പോ അവൾ ആദ്യം ഓക്കെ പറഞ്ഞോ? അമ്മ ഫാനൊന്നും കാണുമല്ലെന്ന് പറഞ്ഞോണ്ട് പിന്നെ അങ്ങ് സമ്മതിച്ചാന്ന് തോന്നുന്നു. എന്നാ പറഞ്ഞു? അഭിനയിക്കാതെ തിരിച്ചു വന്നതാണ്. പിന്നെ അവള് ചെയ്യുന്നില്ല, സീരിയല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ അതിനുശേഷം അവര് ഒത്തിരി ഓഡീഷനൊക്കെ ചെയ്ത് കുറെ പിള്ളേരെ നോക്കിയപ്പം ആരും ശരിയാവാത്തോണ്ട് പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പോയതാണ്. എനിക്ക് കുഞ്ഞാവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്തറിയോ, ഭയങ്കര മിടിക്കാന്ന് എനിക്ക് തോന്നി എപ്പോഴാന്ന് വെച്ചാ, നമ്മുടെ ലാൽ സാറില്ലേ, മോഹൻലാൽ സാറ്, ലാൽ സാറുമായിട്ട് സ്റ്റേജിൽ കയറിയില്ലേ കുഞ്ഞ് ഒരു പ്രോഗ്രാമിന്, ഭയങ്കര മിടുക്കിയായിട്ട് വർത്താനം പറഞ്ഞല്ലോ. പേടിയുണ്ടായിരുന്നോ ലാൽ സാറുമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ പോവാനും വർത്താനം പറയാനും ഒക്കെ? കൂളായിട്ട് ചെയ്തു. അയ്യോ എനിക്കങ്ങ് മേല. നോക്കിയേ, ലാൽ സാറിന്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടോ? മോഹൻലാൽ കണ്ടപ്പോഴേ കുഞ്ഞെന്നാ വർത്താനം പറഞ്ഞ അങ്കിളിനോട്? നാളെ ഗിഫ്റ്റ് ഒക്കെ തരാന്ന് പറഞ്ഞു. എന്നിട്ട് തന്നില്ലേ? അയ്യേ മോശമായി പോയിട്ടോ. നമുക്കിത് കാണുമ്പോ ചോദിക്കാട്ടോ, പരാതിയായിട്ട് ചോദിക്കാമേ, എന്നാ ലാലങ്കിളെ ഞങ്ങക്ക് തരാത്തതെന്ന്. ഇനി കാണുമ്പോ പറയണം കേട്ടോ, ആന്റി പറഞ്ഞു കൊടുക്കാം. സിനിമ മാത്രമേ കാണുള്ളൂ. അല്ല, നമുക്ക് വിളിച്ചു പറയാന്നോ ഫോണിൽ കൂടെ? എന്തായാലും അക്ഷരം ഇങ്ങനെ ഒരു വലിയ പരാതി പറഞ്ഞെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, കണ്ടാ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ഏത്? ഇത് കണ്ടാലും അതന്നെ. അതാ. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടെ ചോദിക്കാലോ.
അത് മാത്രല്ല, എന്താണെന്നറിയോ, നമ്മൾ മാത്രല്ല, നമ്മൾ എത്ര പേരാന്നറിയോ കാണുന്നേ. അന്നേരം അവരെല്ലാരും ലാൽ സാറിനെ, ലാലങ്കിളിനെ പോയി കാണുമ്പോൾ പറയും, അന്നാലും അക്ഷരയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന്, അല്ലേ? അപ്പൊ ഒത്തിരി ഗിഫ്റ്റ് കിട്ടും. കൊച്ചിന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അഖിലേക്ക് ഭക്ഷണമൊക്കെ എങ്ങനെയാ, നല്ലോണം കഴിക്കോ? അതിനും ഫോഴ്സ് ചെയ്യണം, അതിനും രണ്ടാൾക്കും മടിയാ. രണ്ടുപേരും പൊറോട്ട ആണ് ആഹാരം കഴിക്കാൻ. അഖിലേക്ക് എന്നാടാ ഇഷ്ടം കഴിക്കാൻ? ചിക്കൻ. ചിക്കൻ. എന്നുവെച്ചാന്നോ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചേച്ച് കുഞ്ഞ് എടുക്കാതിരിക്കുന്നേ? ആന്റിയുടെ കിച്ചണിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ ഫോർമാലിറ്റീസേ ഇല്ല, അറിയാവോ? വേണ്ട, കണ്ടോ, എന്നോട് ചോദിച്ചു മേടിച്ചു. ഇഷ്ടമായോ കുഞ്ഞാവയ്ക്ക്? ആ, പിന്നെ സ്കൂളിൽ പോകാൻ നേരം ഒക്കെ നമ്മുടെ ഡെയിലി റൂട്ടീൻ തന്നെയാ അല്ലെ മോള്? രാവിലെ എല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകും? അത് ഉച്ചയ്ക്ക് കൊണ്ടുപോകും. 2 മണിയാകുമ്പോൾ. 2 മണിയാകുമ്പോഴത്തേക്ക് എത്തും അല്ലേ? എന്നാൽ ലഞ്ച് ബ്രേക്കിന് വേണ്ടി കൊടുത്തു വിടും. 11:30 ആകുമ്പോൾ ലഞ്ച് കഴിച്ചോളൂ. ചില ദിവസം കഴിക്കും, ചിലപ്പോ. അപ്പൊ അടുത്തല്ലേ സ്കൂൾ? അടുത്തല്ലേ? അടുത്ത് 20 മിനിറ്റ് ദൂരമാണ്. മോൾ അഭിനയിക്കുമ്പോഴേ അച്ഛനും അമ്മയുടെ എന്നാ തോന്നുന്നേ? എപ്പോഴും കുഞ്ഞ് കരയുന്നൊക്കെയാ കാണുന്നേ. അന്നേരം അപ്പനും അമ്മയ്ക്ക് എന്നാ തോന്നുന്നു കൊച്ചു ചെയ്യുമ്പോ? ആദ്യമൊക്കെ ഭയങ്കര സങ്കടം, നമ്മളും കരയും കൊച്ചു കരയുമ്പോഴത്തേന് അല്ലേ? പിടിച്ചോണ്ട് പോകുന്ന സീനിൽ കണ്ടിട്ട് അമ്മ കരഞ്ഞിനി. പിന്നെ അല്ലാതെ അമ്മയല്ലേ. ഞാൻ കരയുമ്പോ അവള് പറയാ അതൊക്കെ ആക്ടിങ് അല്ലേ, ആശ്വസിപ്പിക്കുക. അമ്മയുടെ അമ്മ കരഞ്ഞു കരഞ്ഞു തരുന്നു. അയ്യോ, എന്റെ അമ്മുമ്മേ, ഇങ്ങനെ കരയാൻ പാടുണ്ടായിരുന്ന. അപ്പൊ മനസ്സിലായില്ലേ അക്ഷരേനെ എല്ലാവർക്കും എന്തോരം ഇഷ്ടാന്ന്? ഒരു കാര്യം ചോദിച്ചോട്ടെ, അക്ഷരയ്ക്ക് വലുതാവുമ്പോ ആരാവാൻ ഇഷ്ടം? പീഡിയാട്രീഷ്യൻ. പീഡിയാട്രീഷ്യൻ ആയിട്ടേ ആരെയാ നോക്കുന്നേ? അച്ഛനും അമ്മേനെയോ? പീഡിയാട്രീഷ്യൻ എന്നതാ ചെയ്യുന്നതെന്ന് കൊച്ചനെ അറിയാവോ? അതുകൊണ്ടാ പീഡിയാട്രീഷ്യൻ എന്നതാന്ന് അറിയാവോ കൊച്ച്? ഡോക്ടർ ആണെന്നുള്ളത് അറിയാവോ? ശരിക്കും ഒരു കാര്യം ചെയ്യട്ടെ, ഇവക്ക് ഇപ്പൊ പീഡിയാട്രീഷ്യൻ ആവാനാ ഇഷ്ടം. പക്ഷെ കൊച്ചിന് അറിയാമല്ലോ പീഡിയാട്രീഷ്യൻ എന്നാന്ന് പോലും. എനിക്ക് നേരം പനി വരുമ്പോ ഒരു കുഞ്ഞിന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോ അല്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ? അവള് പറയൂ കുഞ്ഞുവാവകളെ നോക്കുന്ന ഡോക്ടറായ മതി. കുഞ്ഞുവാവകളെ നോക്കുന്ന ഡോക്ടറെ ഇഷ്ടം? അയ്യോ, തിന്നല്ലേ കുഞ്ഞാവയ്ക്ക് നോട്ടോ, അത്ര ഇഷ്ടാ. കണ്ടോ, അക്ഷരയ്ക്ക് ആ കുഞ്ഞാവയുടെ ഇഷ്ടായില്ലേ? അതുപോലെ അക്ഷരയോട് എല്ലാവർക്കും ഇഷ്ടാവുന്നത്. ഇപ്പൊ മോള് പറഞ്ഞല്ലോ പീഡിയാട്രിഷ്യൻ ആവണം എന്നുള്ളത്. പക്ഷെ ഇവള് വലുതായി കഴിയുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇഷ്ടം? ആക്ട്രസ് ആയിട്ട് വരുന്നതാണോ ഇഷ്ടം, അതോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ എന്നാ ഇഷ്ടം? അങ്ങനൊന്നുമില്ല, അടിച്ചേൽപ്പിക്കാൻ. ഇഷ്ടം അവൻ ആർക്കിടെക്ട് ആവാൻ ഇഷ്ടം. ആർക്കിടെക്ട്. ഒരുപാട് യാത്രകളൊക്കെ ചെയ്യോ? പോവാറുണ്ട്. സ്കൂളിൽ നിന്ന് പിക്നിക്കിനൊക്കെ വിടാറുണ്ടോ മോളെ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. ഇല്ല അല്ലെ? മോള് തന്നെയല്ലേ ഡബ് ചെയ്യുന്നെല്ലാം? മോള് തന്നെ എല്ലാം. അപ്പൊ മോക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ആ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ നോക്കി ചെയ്യാനായിട്ടൊക്കെ? അത് കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തോളും. ചെയ്യുന്നുണ്ട്. ആ ലിപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓ അത് ശരി. ശരിക്കും ദൈവം അനുഗ്രഹിച്ച ഒരു കുഞ്ഞാ നമുക്ക് വന്നേക്കുന്ന. ഈശ്വര നന്നായി വരട്ടെ കുഞ്ഞ്. താങ്ക് യു. ഫിലിമിലും അഭിനയിച്ചു തുടങ്ങിയില്ലേ കുഞ്ഞ്? ഇപ്പം 11 ഫിലിം ചെയ്തു അല്ലേ? ഓക്കെ. ഇതോ അഡ്വർടൈസ്മെന്റ്സിൽ എത്ര ചെയ്തു? അഡ്വർടൈസ്മെന്റ് 100 മേലെ ചെയ്തു. അപ്പൊ ഇഷ്ടാ ചെയ്യാന്? 11 സിനിമ ചെയ്തു. 11 സിനിമ ചെയ്താ? വേറെ ആന്റി? അയ്യോ, അത്രയും പോലും ചെയ്തില്ല ആന്റി. ആന്റി 8 മൂവീസേ ചെയ്തിട്ടുള്ളൂ. മൊക്കൊക്കെ സിനിമയിൽ ചെയ്യാനാണോ ഇഷ്ടം, അതോ ഈ കുഞ്ഞ് സീരിയൽസിലൊക്കെ ചെയ്യാനാണോ ഇഷ്ടം? സിനിമ. നോട്ട് ബാഡ്. അതിനുള്ള വ്യത്യാസം എന്നാ കാണുന്നത് കൊച്ച്? എല്ലാം ഒരുപോലെ അല്ലേ ഉള്ളൂ? കൊച്ചിന് അതാ കുഴപ്പം. ഇതാകുമ്പോ ഇങ്ങനെ ദിവസവും പോയി അഭിനയിക്കണ്ടേ? അത് കുറച്ച് ദിവസം കഴിഞ്ഞ വീട്ടിൽ വരാലോ അല്ലേ? സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകുമ്പോഴേ അമ്മ കൂടെ വരുമോ? അച്ഛനാന്നോ കൂടെ വരുന്നേ? അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്ന് കുഞ്ഞിനെല്ലാം പറഞ്ഞു തരുമോ ഇന്ന പോലെയാ ചെയ്യണ്ടേന്ന്? കൊച്ചിന് വർത്താനം പറയാനുള്ളതൊക്കെ തരുമ്പത്തേന് ആണോ അച്ഛൻ പറഞ്ഞു തരുമല്ലോ? എവിടെ പോയാലും ഫുഡ് കഴിക്കാറില്ല. ഫുഡ് കഴിക്കാറില്ല കുഞ്ഞ്? എന്ത് തന്നാലും കുഞ്ഞ് കഴിക്കുകയല്ലേ?
ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നെ ആന്റിക്ക് വേണ്ട കുഞ്ഞു ചേച്ചാ ഇനി ആൻറ്റിയുടെ കൊണ്ടുപോകാം. ഫ്രഞ്ച് ഫ്രൈസ് എന്നാ കഴിക്കും? ഒരു കാര്യം ചെയ്യാം, അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഇനി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആൻറ്റി വരാം, എന്നിട്ട് ആൻറ്റി ഇതേപോലത്തെ ഉണ്ടാക്കി തരാം. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വന്ന്. കുഞ്ഞ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് അധികം വർത്താനം പറഞ്ഞില്ല, പക്ഷെ ഇവളൊന്ന് വർത്താനം അടങ്ങിയിട്ട് വേണമല്ലോ നമുക്കൊന്ന് വർത്താനം പറയാനല്ലേ. പക്ഷെ സന്തോഷമുണ്ട് കേട്ടോ മോളെ കൊണ്ട് എൻ്റെ അടുക്കളയിലേക്ക് വന്നേര്. അവളാ വന്നിട്ട് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നു. അതൊക്കെ വല്ല അപ്പനും അമ്മയും അറിഞ്ഞോ? മൊത്തം എന്നെ വന്ന് സഹായിച്ചിട്ട് ലാസ്റ്റ് ഡയലോഗും കൂടെ ഫുഡ് കഴിച്ചില്ല, എന്നാലും എൻ്റെ അടുത്ത് അഭിപ്രായം പറയാനൊക്കത്തുള്ളൂ. ഇഷ്ടമായോടാ അക്കിലേക്ക്? ആണോ? ചിക്കൻ ഫ്രൈ ഒക്കെ അമ്മ ഉണ്ടാക്കി തരാം. ആണോ? ഇനി കഴിക്കണേ. മോളെ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇത് ആന്റി ചെയ്തു, ഇതെല്ലാം മോളല്ലേ ചെയ്തേ? ഓക്കെ. എന്തായാലും ചേച്ചി ആന്റി ഒരു കാര്യം പറയട്ടെ കുഞ്ഞാവ അടുത്ത്. എനിക്ക് ആന്റി ഒരു സ്പെഷ്യൽ താങ്ക്സ് ആ തരുന്നത് കുഞ്ഞാവയ്ക്ക് കേട്ടാ. എന്തിനാന്നറിയാ? ഞാൻ വിലക്കം. കുഞ്ഞാവെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കൊച്ചിന്. താങ്ക് യു. അവിടെ എന്നെ കുഞ്ഞാവെന്ന് വിളിച്ചു തുടങ്ങിയേ. എന്തായാലും കുഞ്ഞിനെ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വിട്ടാൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ ടു യു. കുറച്ചു നേരം കൂടെ കൊച്ചിന് സംസാരിക്കണം. പക്ഷെ പറഞ്ഞു കണ്ടോ, ഇത് നമുക്ക് നേരമില്ല എന്നുള്ളത് കൊച്ചിനോട് പറഞ്ഞാൽ പറ്റുമോ? ഒക്കത്തില്ലല്ലോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതേപോലെ വേറൊരു കാന്താരി എങ്ങാനും വന്നാലോ, നമുക്ക് അതിനും നേരം തികയില്ല. പക്ഷെ എല്ലാം ബാലൻസ് ചെയ്ത് പോണ്ടേ. അതുവരെ ഗുഡ് ബൈ.